ബി.ജെ.പിയെ മുട്ടുകുത്തിച്ച കേന്ദ്ര സർക്കാരിനെ വിറപ്പിച്ച സമരത്തിനാണ് ദില്ലി കഴിഞ്ഞ ദിവസങ്ങളിൽ സാക്ഷ്യം വഹിച്ചത്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഇന്ത്യയിലെമ്പാടും സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്തിറങ്ങിയത്. കൂടെ യുവാക്കളും. കേരളത്തിലും സമാനമായ പ്രതിഷേധങ്ങൾ നടന്നു. ലോക് ഭവൻ മാർച്ച് നടന്നു, കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ച് നടന്നു, ജില്ലാ കേന്ദ്രങ്ങളിൽ മാർച്ച് നടന്നു, പ്രതിഷേധ കൂട്ടായ്മകൾ സംഘടിപ്പിച്ചു. കേരളത്തിൽ വിദ്യാർത്ഥികൾക്കെതിരെ, യുവജനങ്ങൾക്കെതിരെ 5000-ഓളം പേർക്കെതിരെ കേസ് ചാർജ് ചെയ്തു. കേസെടുത്തു സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ദില്ലിയിൽ പോയി സമരത്തിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹം കേരളത്തിൽ തിരിച്ചെത്തിയതിനു ശേഷമാണ് ഇത്രയും കേസുകൾ എടുത്തത് എന്നോർക്കണം. 5000-ഓളം പേർക്കെതിരെ 166 പേരെ അറസ്റ്റ് ചെയ്തു. ഒരു വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു വന്നു. പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെയും കേസെടുത്തു കണ്ണൂരിൽ. ഈ കേസുകൾ എന്തിന് എടുത്തു എന്ന ചോദ്യവുമായി രംഗത്ത് വന്നു പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇപ്പോഴിതാ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാടിനോട് യോജിച്ച് രംഗത്ത് വന്നിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. കത്ത് പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി കത്ത് ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് കൈമാറി. അതോടുകൂടി കേസുകൾ പിൻവലിക്കാനുള്ള വഴിയൊരുങ്ങിയിരിക്കുന്നു. ഏതൊക്കെ കേസുകൾ, എങ്ങനെയുള്ള കേസുകൾ പിൻവലിക്കും എന്നതിനെക്കുറിച്ച് ഒരു ധാരണയും ആയിട്ടില്ല, വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. എന്നിരുന്നാലും കേസുകൾ പിൻവലിക്കുന്നതിനുള്ള തുടക്കമായിരിക്കുന്നു എന്ന് പറയാം. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് അയച്ച കത്തിനോട് അനുകൂലമായി പ്രതികരിച്ച് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു. എന്താണ് കത്തിൽ പറഞ്ഞിരിക്കുന്നത്? പിണറായി വിജയൻ കത്തിൻ്റെ അവസാന 2 പാരഗ്രാഫ് ഇങ്ങനെയാണ്. ഡൽഹിയിൽ അവസാന ഘട്ടത്തിൽ മുഖ്യമന്ത്രി ലോക്സഭാ പ്രതിപക്ഷ നേതാവിനൊപ്പം പ്രതിഷേധ സമരത്തിനോട് അവിടെ ഐക്യപ്പെട്ടെങ്കിലും അങ്ങ് നേതൃത്വം നൽകുന്ന കേരളത്തിലെ സർക്കാർ ഡൽഹി സമരത്തിന് പിന്തുണ നൽകിക്കൊണ്ട് ഒത്തുചേർന്നവർക്കെതിരെ വ്യാപകമായി കേസെടുത്തത് ഔചിത്യപരമല്ല എന്ന് സൂചിപ്പിക്കുകയാണ്. സമാധാനപരമായി നടന്ന പ്രതിഷേധങ്ങളുടെയും സാംസ്കാരിക കൂട്ടായ്മകളുടെയും ഭാഗമായവർക്ക് എതിരെ പോലും കള്ളക്കേസുകൾ വന്നിരിക്കുന്നു എന്നത് അങ്ങേയറ്റം അപലപനീയമാണ്. എറണാകുളത്ത് പ്രതിഷേധവുമായി ഒത്തുകൂടിയ റാപ്പർ വേടനും സംഘത്തിനുമെതിരെ കേസെടുത്തതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ പോലും വിദ്യാർത്ഥികൾക്കെതിരായ കേസുകൾ പിൻവലിക്കാൻ തയ്യാറായ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചവരെ പ്രതികളാക്കി കേരളത്തിൽ എടുത്ത കേസുകൾ തുടരുന്നത് ഉചിതമല്ല. വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ കേരള പോലീസ് ചുമത്തിയിട്ടുള്ള മുഴുവൻ കേസുകളും നിരുപാധികം പിൻവലിക്കാൻ തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ പറഞ്ഞത്. ഈ കത്താണ് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന് കൈമാറിയത്. ഉചിതമായ തീരുമാനം എടുക്കാൻ നല്ല കാര്യമാണ്, നല്ല തുടക്കമാണ്. കേസെടുക്കാൻ പാടില്ലായിരുന്നു, കേസെടുത്തതേ തെറ്റ്. ഒരു വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്ത് ജയിലടച്ചത് തെറ്റ്. 166 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. 5000-ഓളം പേർക്കെതിരെയാണ് കേസെടുത്തത്. പോലീസിൻ്റെ നിയന്ത്രണം സർക്കാരിൻ്റെ നേതൃത്വത്തിന്, രാഷ്ട്രീയ നേതൃത്വത്തിന് ഇല്ലേ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അത് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും. എത്ര കേസുകൾ പിൻവലിക്കും, ഏതൊക്കെ കേസുകൾ പിൻവലിക്കും? പിൻവലിക്കേണ്ടതല്ലേ എല്ലാ കേസുകളും? നിരുപാധികം വിട്ടയക്കേണ്ടതല്ലേ അറസ്റ്റ് ചെയ്തവരെ? ജയിലിലടച്ചവരെയും വിട്ടയക്കേണ്ടതല്ലേ എന്ന ചോദ്യത്തിന് ഉത്തരം സംസ്ഥാന സർക്കാർ നൽകേണ്ടതുണ്ട്. നീട്ടിക്കൊണ്ടുപോയി, പരമാവധി നീട്ടിക്കൊണ്ടുപോയി സംഭവത്തിൻ്റെ ഗൗരവം ലഘൂകരിച്ച് അവസാനം കേസുകൾ പിൻവലിപ്പിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ജാഗ്രതയോടെ നിൽക്കേണ്ടതുണ്ട്. കാരണം പോലീസ് അവരുടെ തനിനിറം പുറത്തെടുക്കാൻ സാധ്യതയുണ്ട്. ദില്ലിയിൽ നാം കണ്ടതുപോലെ ദില്ലിയിൽ CPIM-ൻ്റെ ഓഫീസിൽ SFIയുടെ ദില്ലി സംസ്ഥാന സെക്രട്ടറി, അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ വന്നത് നാം കണ്ടു. ഒരു ദേശീയ പാർട്ടിയുടെ ഓഫീസിലാണ് പോലീസ് എത്തുന്നത് എന്നോർക്കണം. അനുവാദം വാങ്ങാതെ വന്നിരിക്കുന്നു. ജോൺ ബ്രിട്ടാസ് MP ഇടപെട്ട് തടഞ്ഞു. അതിനുശേഷം അവർ തിരിച്ചുപോയതും നാം കണ്ടതാണ്. ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അതേ സ്വഭാവം തന്നെ കേരളത്തിലെ പോലീസും, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ പോലീസിൻ്റെ സ്വഭാവം തന്നെ കേരളത്തിലെ കോൺഗ്രസ് ഭരിക്കുന്ന പോലീസിനും ഉണ്ട് എന്നത് തെളിയിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു മാറ്റം രാഷ്ട്രീയ നേതൃത്വം ഇടപെട്ട് വരുത്തുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്.